നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യൻ, ബീഹാർ ഇലക്ഷൻ അന്തിമ ഫലമായില്ലെങ്കിലും ഏതാണ്ട് തീരുമാനമായി. അതിൽ ഇന്ത്യ മുന്നണി കോൺഗ്രസ് സഖ്യം തീരെ താഴെ പോയി. കോൺഗ്രസ് മത്സരിച്ചാൽ 10% സീറ്റ് പോലും കിട്ടാതെ നിൽക്കുകയാണ്. അതിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടി പറയുന്ന എല്ലാ ആരോപണങ്ങളും, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ BJP കുറിച്ചുള്ള ഇലക്ഷൻ കുറിച്ചുള്ള എല്ലാം നമുക്ക് സമ്മതിക്കാം. പക്ഷേ മറു ചോദ്യങ്ങൾ ചില ചോദിക്കാനുണ്ട്. ഒരു വടക്കൻ വീരഗാഥ ശ്രീമാൻ MT തിരിച്ച് ഇട്ടതുപോലെ ഞങ്ങളൊന്ന് തിരിച്ചിടാണ്. അതായത് തൃക്കാക്കര മണ്ഡലത്തിൽ ഞങ്ങൾ അന്ന് LDF പിന്തുണയായിരുന്നു. ഒരു 90% LDFിൻ്റെ ആൾ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച ഇലക്ഷന് 3 ദിവസം ഉള്ളപ്പോൾ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞു അതിന് ഒരു തിരുത്ത് വരും. അത് മറ്റൊന്നുമല്ല, 40,000 മുസ്ലിം വോട്ടർമാരുണ്ട് ഇവിടെ. 40,000 നിങ്ങൾക്കറിയാമോ, തൃക്കാക്കര മുനിസിപ്പാലിറ്റി 99% മുസ്ലിങ്ങളായിരുന്നു. പക്ഷെ അത് കുറഞ്ഞ് 60-40. അതൊക്കെ അതിൽ ഒരു 10-25-25,000 വോട്ട് LDF കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ 25,000 വോട്ട് LDF കിട്ടിയില്ല. ഒരു 10,000 വോട്ട് 15,000 പേര് UDFിലേക്ക് മറിഞ്ഞു പോയി എന്നാണ്. അതിന് കാരണം വെച്ചാൽ അവിടെ UDF തോറ്റു കഴിഞ്ഞാൽ പിന്നെ UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനം തോറ്റു കഴിഞ്ഞാൽ UDFിൻ്റെ പതനം തുടങ്ങും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അവിടുത്തെ മുസ്ലിം വോട്ടർമാരിൽ വലിയ രാഷ്ട്രീയ ബന്ധമില്ലാത്തവർ വോട്ട് ചെയ്തതിൻ്റെ ഫലമാണ് അങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞ് അതുപോലെ നടക്കുകയും ചെയ്തു. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കോൺഗ്രസിൻ്റെ നേതാക്കൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾക്കോ ഒന്നും ബുദ്ധിയില്ലെന്ന് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, രാഷ്ട്ര മീമാംസകൻ അങ്ങനെയുള്ള ചിന്തിക്കുന്ന കാര്യം ഇപ്പം ഞാൻ പറയുന്നത്. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, ജനതാദൾ യുണൈറ്റഡിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റേക്കാൾ ഇരട്ടിയോളം സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് BJPക്ക് കാര്യമായി വർധനമില്ല. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, 20% മുസ്ലിം വോട്ടർമാരാണ് ബീഹാറിലുള്ളത്. അതിനേക്കാൾക്ക് വളരെ താഴെയുള്ള ധീവര സഭയിൽപ്പെട്ട മുഖമ്മൽ മച്ചൂർ സഭയിൽപ്പെട്ട ഒരാൾ നയിക്കുന്ന ആൾ, പേരൊക്കെ പറഞ്ഞപ്പോൾ വിട്ടുപോയി, അദ്ദേഹത്തെ ഈ ലാൽ പ്രസാദ് യാദവിൻ്റെ മകനും പേരിന് രാഹുൽജിയും ഉപമുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് കൊട്ടിഘോഷിച്ച് നടന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു അവിടെ അപകടം പതിയിരിപ്പുണ്ട്. അത് ബഹുജൻ സമാജ് പാർട്ടി, മുലായം സിംഗിൻ്റെ പാർട്ടി, ലാലുവിൻ്റെ പാർട്ടി, പസ്വാൻ്റെ പാർട്ടി എന്നിവിടെ അങ്ങനെ എല്ലാ പിന്നോക്ക പാർട്ടി നേതാക്കളും ഈ 20% വരുന്ന 30 കോടിയോളം വരെ മുസ്ലിങ്ങളുടെ വോട്ടും ഒരു പണവും കിട്ടിയ ആളായപ്പോഴേ അവരെല്ലാം നെറികേട് കാണിച്ച്, മായാവതി ഉൾപ്പെടെ, ലാലു ഉൾപ്പെടെ, നിതീഷ് ഉൾപ്പെടെ, നിതീഷ് അങ്ങനെ എത്തിയിട്ടില്ല, മറ്റേ മുലായം ഉൾപ്പെടെ എന്താ കാണിച്ചത്? ബീഹാറിൽ എടുക്കുക. അപ്പോൾ അതാണ് അവസ്ഥ. മറ്റു പിന്നീട് പറയാം. 20% മുസ്ലിങ്ങളുണ്ട് ബീഹാറിൽ. അത് ഈ ലാലുവിന് അറിയാൻ പാടാത്തല്ല. ലാലുവിൻ്റെ യാതൊരു 8-9% ഓൾ ഇന്ത്യ ബേസിലും ബീഹാറിലും വളരെ കുറച്ചുള്ളൂ. അവർ ഈ 20% വരുന്ന മുസ്ലിങ്ങളെ RSSനെ കാണിച്ചുകൊണ്ട് BJP കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തി പേടിപ്പിച്ച് അവരുടെ വോട്ടും അവർ പണവും വാങ്ങി ഇവനൊക്കെ ആളായപ്പോഴും, ഈ ലാൽ പ്രസാദ് പോലും ആളായപ്പോഴും, ഞാൻ ആ പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആ പാർട്ടി കേൾക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾക്കറിയാം. അന്ന് 10 പൈസ ഞാൻ പ്രത്യേകം കൊടുക്കാതെ ലാലുവിനെ നേരിട്ട് കാണാൻ പോലും അക്കാലത്ത് പോയില്ല. അതുമ്പോൾ ഡൽഹി പോയിട്ടെങ്കിലും അവസാനം എനിക്കൊരു സ്വാമിയുടെ ചില സഹായത്തിൽ പറയാൻ പറ്റില്ല, ഒരു ബാലകൃഷ്ണാനന്ദ സ്വാമിയുടെ ഡൽഹി ബേസിലാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ഉണ്ടായത്, ശരിയാണ്. എങ്കിലും അദ്ദേഹം എന്നെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തു. അത് കെ ഗോപാലൻ, അരിങ്ങൽ ശ്രീധരൻ,
പി വിശ്വംഭരൻ, മദനി സാഹിബ്, സുവർണകുമാർ എന്നുവേണ്ട ഒരുപടി ആൾക്കാർ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാകാൻ വേണ്ടി ദിവസങ്ങളോളം തണുപ്പത്ത് കഴിയും. ഞാൻ പോയിട്ടേയില്ല. പക്ഷേ ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് 20 വർഷം പ്രവർത്തിച്ച പരിചയം കണ്ടപ്പോഴും ബയോഡേറ്റ കണ്ടപ്പോഴും ലാലുവിന് ഒരു കാര്യം മനസ്സിലായി. ചെറുപ്പമാണ്, എനിക്ക് 40 വയസ്സുള്ളൂ. പിന്നെ ഈ സ്വാമിയുടെ സപ്പോർട്ട് വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എന്നെ നോക്കിയിട്ട്. അന്ന് കെ ഗോപാലനെ പിന്നെ പ്രസിഡൻ്റായിട്ട് ഞാൻ വൈസ് പ്രസിഡൻ്റ് ഞങ്ങൾ ലിസ്റ്റ് അയച്ചത്. അപ്പോൾ ഇതിന് 1 മാസം കഴിഞ്ഞാണ് എന്നെ പ്രസിഡൻ്റായി പ്രഖ്യാപിച്ചത്. രാത്രി ഞാൻ പിന്നെ ഈ തറാവി നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ 11 മണിയായി ഡൽഹിയിൽ വിളിച്ച് പറയുന്നു. ഓക്കെ, പിറ്റേന്ന് പിന്നെ ഗോപാലൻ സാറിനെ കണ്ടപ്പോൾ ഗോപാലൻ സാർ പറയാണ്, ഷാ ഒരിക്കൽ കൂടി പറയൂ ഞാൻ എന്നെ പ്രസിഡൻ്റാക്കുക. ഞാൻ പറഞ്ഞു അതിങ്ങനെ സാർ 1 മാസം കാത്തില്ലേ, നിങ്ങളുടെ മുൻപിൽ വെച്ചാൽ ഞാൻ ആ കവർ ഒട്ടിച്ചത്. അത് ഫാക്സൊക്കെ ഉള്ളു, ഇതേപോലെ ഇത്ര ഇമെയിലൊന്നും ഇല്ല. അത് പറയില്ല. അങ്ങനെ അദ്ദേഹം JDUവിൽ പോയി ചേർന്ന് ഒരു 5-6 മാസം ഇപ്പം മരിച്ചു പോയി. പറഞ്ഞു വരുന്നത് 10 വയസ്സ് എനിക്ക് അതിനും മുടക്കില്ല, അതിനുശേഷം എനിക്ക് ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട് മത്സരം ഉൾപ്പെടെ. പക്ഷെ അതിനുശേഷം നമ്മുടെ സേഷ് കുമാർ ഈ പാർട്ടി ഏറ്റപ്പോൾ അത് 10 കോടിയായിട്ട് മുടക്കിയാണ് പുള്ളിയതാക്കിയത്. അതിന് ഒരുപടി ചെലവുണ്ടല്ലോ. ഞങ്ങൾ ഏൽക്കൂടി 27 MP രാജ്യസഭയിൽ ലോക്സഭയിൽ കൂടി, അത് കുറഞ്ഞായിട്ട് 5-6 MP ഉള്ളൂ ഇപ്പോൾ. എന്നിട്ടാണ് 10 കോടി മുടക്കി. എന്തോ ആട്ടെ, ആ ലാലു പ്രസാദ് യാദവ് പോലും ഭരണം കിട്ടിയ സന്നാഹം വന്നപ്പോൾ 1-2 ഗുണ്ടകളെയാണ് ആളാക്കി മുസ്ലിം സമുദായത്തിൽ മാറ്റി നിർത്തി ഗുണ്ട മുസ്ലിമിലാക്കി. അവരെല്ലാം ഓരോ കാരണങ്ങൾ മരിച്ചുപോയി, നശിച്ചുപോയില്ലോ. അപ്പോൾ 20% മുസ്ലിങ്ങളുണ്ടെന്ന് ലാലുവിനറിയാം. രാഹുൽ ഗാന്ധി പോട്ടെ, രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയക്കാരായ പറഞ്ഞു, അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ നിൽക്കുമ്പോഴേ അതൊക്കെ വളരെ കുറച്ചുള്ള ജീവസഭയിൽപ്പെട്ട ഒരാൾ ഉപമുഖ്യമന്ത്രിയായിട്ട് ഈ കഴിവേറെ മോനോട് പറയരുത്. കാരണം അത്ര കണ്ട് സങ്കടമുണ്ട്. മുസ്ലിങ്ങളുടെ വോട്ടും പണവും കിട്ടിക്കഴിഞ്ഞപ്പോഴേ അവർ കണക്കാക്കിയില്ല. ആരുടെ അവിടെ കൊടുത്തിട്ട് RS കാണിച്ചു നിർത്തിയാൽ അവരെ പേടിപ്പിക്കാം, നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറഞ്ഞ്. അവിടെ മുസ്ലിങ്ങൾ എന്താ ചെയ്തേ? ഒരു കാര്യം മനസ്സിലാക്കണം, അത് അത് അറിയണമെങ്കിൽ അകക്കണ്ട് വേണം, സാധാരണ കണ്ണു പോലെ. ഇപ്പോൾ MM കണ്ടില്ലേ, ശശി തരൂരിനെ കുറിച്ച് ശശി തരൂർ പറഞ്ഞ് തെറ്റാണെന്ന് പ്രസ്താവന. എടോ MM സാഹിബ്, നിങ്ങൾ ഇന്നത്തെ പ്രസ്താവന അല്ലെങ്കിൽ ഇന്നലത്തെ പ്രസ്താവന അതാണോ? ബീഹാർ ഇലക്ഷൻ എണ്ണി കോൺഗ്രസ് കൂടെ അട്ടറിൽ ഫീലിൽ പോകുമ്പോഴേ അത് അറിഞ്ഞിട്ടൊക്കെ പറഞ്ഞാൽ പോരെ. അത്രേ ഉള്ളൂ. കോൺഗ്രസ് അതൊക്കെ എഴുതും. അങ്ങനെ ലാലു ചെയ്തപ്പോഴും ആക്കിയില്ല. അപ്പോൾ മുസ്ലിം കാര്യം അറിയുമോ? പരമാവധി വോട്ട് മുസ്ലിം വോട്ട് നിതീഷിൻ്റെ പാർട്ടിയോ ചേർക്കും. കാരണം ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി താഴെ ഇറക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ബീഹാറിലെ നിരക്ഷര കുട്ടികളായ സാധാരണക്കാരാണ്. നിങ്ങളുടെ ദൃഷ്ടിയിൽ പണക്കാരോ അല്ലെങ്കിൽ വിദ്യാസമ്പന്നോ IAS ഒന്നുമില്ല. അത് ജയപ്രകാശ് നാരായൺ മുൻകെടുത്ത്. അങ്ങനെ ആ ബീഹാറിൽ നിന്ന് പല മാറ്റങ്ങൾക്കും ആരംഭം കുറിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. നാളന്ദ യൂണിവേഴ്സിറ്റിക്കുള്ളല്ലേ. അങ്ങനെ മുസ്ലിം സമുദായത്തിലെ 20% പരമാവധി വോട്ട് ആർക്ക് ചെയ്ത്? ജനതാൾ യൂണിയൻ ചെയ്ത്. അതാണ് ഇരട്ടിയിൽ കൂടെ വോട്ട് കിട്ടിയ സീറ്റ് കിട്ടിയത്. BJPക്ക് സ്വാഭാവികമായിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ ഈ തട്ടിപ്പോ അട്ടിമറിയൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ തികച്ചും സംശയാസ്പദമാണ്. അതൊന്നും ഞാൻ എതിർക്കുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ കാര്യത്തെ. എങ്കിലും ഇത് വിളിച്ചെന്നിച്ച് അപ്പോൾ എന്താണ് 20% വരുന്ന മുസ്ലിങ്ങൾ ബ്ലോക്കിൽ 99% അല്ല, ബീഹാറിൽ 100% വോട്ട് മുസ്ലിം വോട്ട് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് അല്ലെങ്കിൽ ലാലുവിൻ്റെ പാർട്ടിയാണ്. എന്നിട്ടും അവന്മാർ അത് ശ്രദ്ധിച്ച് അവർ കണക്കിലെടുത്തു. അപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ നിങ്ങൾ പറയുന്നതിൽ വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പാവപ്പെട്ടാണെങ്കിൽ അവർ തീരുമാനമെടുത്തു. എന്നാൽ ലാലുവിന് മുലായത്തിന് നിതീഷിൻ്റെ പാർട്ടി പരമാവധി വോട്ട് കൊടുക്കുക. നിതീഷിൻ്റെ പാർട്ടി എത്ര വോട്ട് കൂടിയാലും തനി BJP അല്ലല്ലോ, BJP സഖ്യമല്ലേ ഉള്ളൂ. അതിൻ്റേതായ ഒരു മോഡിഫിക്കേഷൻ BJPക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇത്ര വോട്ട് കിട്ടാൻ കാരണം. കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് അത് തന്നെയല്ല. 20% മുസ്ലിങ്ങളിൽ പറഞ്ഞല്ലേ 99.9% വോട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ രാഹുൽ നയിക്കുന്ന പാർട്ടിയെ കൊടുത്തു. അതിനകത്ത് എന്തെങ്കിലും കാര്യം കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മുസ്ലിം സമുദായം കാണിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ TN പ്രതാപൻ AICC സെക്രട്ടറിയായിട്ട് നിയമിച്ച വാർത്തയുണ്ട്. എടോ പ്രതാപന് പാർട്ടുന്ന ധീവരസഭയാണ്. പ്രധാന ധീവനം കാണും. അദ്ദേഹത്തിന് ആകെ 2-3% കേരളത്തിൽ ജനസംഖ്യ, 2% ഇത് 40% മക്കളെ.
ആ 40% മുസ്ലിങ്ങൾക്ക് നിന്ന് നിങ്ങൾ ഒരു ഭാരവാഹിത്വ ആരിൽ വായിച്ചാലും ഞാൻ കാണുന്നില്ല ഒരാളിൽ കേരളത്തിൽ നിന്ന്. മനസ്സിലായോ? അതുപോലെയാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു തന്നെ തീർക്കണം. കത്തോലിക്ക കോൺഗ്രസ് തന്നെ പറയണം ഐ ആം എ മുസ്ലിം എന്ന് പറഞ്ഞു പോലെ അദ്ദേഹം പറഞ്ഞ പോലെ ഞാനും പറയാണ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദേശീയധാരയിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടാൻ പറ്റുമെന്ന് ഞങ്ങളൊരു പരീക്ഷ നടത്താണ്. അത് വിജയിക്കും. അപ്പോൾ 20% ഉണ്ടായിട്ട് 99% വോട്ട് ചെയ്തിട്ടും ഈ രാഹുൽ ഈ കത്തോലിക്ക കോൺഗ്രസ് അങ്ങനെ തന്നെ പറയുന്നത് കത്തോലിക്ക കോൺഗ്രസ് ജനസംഖ്യയിൽ കത്തോലിക്കർ 2% ക്രിസ്ത്യാനി ആകുള്ളൂ. അതിൽ 40% കത്തോലിക്കുള്ളൂ എന്ന് പറയുമ്പോൾ 0.8% 1% പോലും കത്തോലിക്കല്ല ഇന്ത്യയിൽ. ആ കത്തോലിക്ക കോൺഗ്രസ് അവർ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, പിന്നെ എന്ത് പറയണവരെ ഇവിടെ കോൺഗ്രസ് വാലുപൊക്കി തുണി അയച്ചു കൊടുക്കുന്നുണ്ട്. രാഹുൽ എന്ന് വെള്ളം വരുന്നുണ്ട്. എന്തോ രാഹുലിൻ്റെ ജാതി എന്ത് ജാതിയാണ്? ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ? ആരുടെ ഒരു രാഹുൽ? അത് പറയും. ആദ്യമായിട്ട് രാഹുലും പ്രിയങ്കയും ആദ്യമായിട്ട് അവൻ്റെ ജാതി വ്യക്തമാക്കണം. നിങ്ങൾ ഹിന്ദുവാണോ? ഇന്ത്യയിലെ ജനകോടികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ ചോദിക്കൊരു ചോദ്യമാണ് ഹു ആം ഐ അല്ലെങ്കിൽ ഹു ആർ യു എന്ന് പറയുമ്പോൾ ആരാണ് രാഹുലും പ്രിയങ്കയും? ക്രിസ്ത്യാനിയാണോ അവർ? ഹിന്ദു ആണോ? ഹിന്ദു ആണെങ്കിൽ ആര്? മുസ്ലിമാണോ? ആദ്യം അവിടെ ഐഡൻറ്റിറ്റി പറയട്ടെ. ഞാൻ കത്തോലിക്കനാണ്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ്. ഹിന്ദുവാണ് ഏത് ഗ്രൂപ്പ്? എങ്ങനെ ഹിന്ദു ആകും? ഇനിയും പറയാതിരുന്നാൽ അപകടത്തിലേക്ക് പോകണം ഇന്ത്യ മഹാരാജ്യം. ഇവിടെ വരണ്ട് വളർന്ന് പ്രവൃത്തി വന്നു തീരെ അവശനായി. ഇന്ത്യ മഹാരാജ്യത്ത് വളരെ മോശമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്ത് ഈ കത്തോലിക്ക് നയിക്കുന്ന കോൺഗ്രസ് കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ അസന്നിഗ്ധമായിട്ട് പറയാം. കത്തോലിക്കോടോ ക്രിസ്ത്യാനോടോ യാതൊരു ഇഷ്ടക്കുറവില്ല. പക്ഷെ രാഹുൽ അത് ഐഡൻറ്റിറ്റി പറയണം. ആരാണ് രാഹുൽ? രാഹുൽ എന്താണ് കളിച്ചത്? ബീഹാറിൽ കളിച്ചിട്ട് മുന്നണി തമ്മിൽ എതിർപ്പുണ്ടാക്കിയിട്ട് 12 സീറ്റിൽ സൗഹൃദ മത്സരം നടത്തി 9 BJP കൊടുത്തു. 60 സീറ്റിൽ മത്സരിച്ചു. 60 സീറ്റിൽ മത്സരിച്ചിട്ട് 6 സീറ്റുകളിലും ലീഡ് മാത്രമേ ഉള്ളൂ, ജയിൽ മാത്രമില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞ് പ്രിയങ്കയും രാഹുലും വന്ന് ആൾക്കൂട്ടം ഉണ്ടാക്കിയ വോട്ടാകില്ല. വോട്ടാകണമെങ്കിൽ വോട്ടേജ് ലിസ്റ്റിൽ പേര് വേണം, അവർ കൂടി ചെയ്യിക്കണം. ആ വോട്ട് എണ്ണുന്നവര് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നവര് മാറാതെ നിൽക്കണം. അത് രാഹുൽ സാധിച്ചവരെ കൂടെ. ഇനി ഏറ്റവും വലിയ ശക്തി കൊണ്ട് പറഞ്ഞ അഖിലേഷ് യാദവ് അല്ലാത്ത മറ്റേ ലാലുവിൻ്റെ മോന് സാധിച്ചോ? ലാലുവിൻ്റെ മോനും ലാലു ആയിരുന്നെങ്കിൽ 20% മുസ്ലിങ്ങൾ 100% ബീഹാറിൽ കോൺഗ്രസ് മുന്നണിക്ക് വോട്ട് ചെയ്യാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് നിങ്ങൾ ഒരു ഉപമുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിടൂ. നിങ്ങളെന്താ തൊട്ടില്ല? നിങ്ങളുടെയൊക്കെ ഒരു പൂർവികരുണ്ടായിരുന്നു ബീഹാർ സംസ്ഥാനത്ത്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഞാൻ പറയാം, ജയപ്രകാശ് നാരായണനായിരുന്നു. അതൊരു സവർണ വിഭാഗക്കാരനായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, ജനതാദളല്ല, ആ ജനതാദൾ പാർട്ടി രൂപീകരിച്ചപ്പോൾ ആ വയോവൃദ്ധനായ വിദ്യാസമ്പന്നനായ ദീർഘവീക്ഷണമുള്ള ജയപ്രകാശ് നാരായൺജി 2 പോയിന്റ് പറഞ്ഞു. രാഹുല് പിന്നെ ലാലുവിൻ്റെ മോന് തേജസ്വി, ആ പേരുകളൊക്കെ ഉണ്ട്, തേജസ്വി കേൾക്കാൻ വേണ്ടി പറയുന്നത്. അദ്ദേഹം 2 കാര്യം പറഞ്ഞു. ഇത് ഞാനൊരു 1000 വട്ടെങ്കിലും എൻ്റെ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1000 വട്ടെങ്കിലും പറഞ്ഞു. ഞാൻ മടുത്തു. എന്താണ് അവർ പറഞ്ഞത്? ഞാൻ ഇതിൽ ഒരു സ്ഥാനവും വഹിക്കില്ല. ഇതിൽ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടാവും. കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടാവും. ഈ രാഹുലും ഈ അഖിലേഷ് യാദവ് പിന്നീട് തേജസ്വി യാദവും ലാലു പോലും ഈ വാക്ക് പാലിക്കാൻ ചിന്തിച്ചോ? അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നോ? ഉപദേശത്തോടുമില്ല. ലോകത്ത് ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന RSS ആണെന്ന് അവർ പറയുന്നു, ചിലർ അംഗീകരിക്കുകയും ചെയ്യുന്നു.
ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന RSS ആണെന്ന് അവർ പറയുന്നു, ഇന്ത്യയൊക്കെ അംഗീകരിക്കുന്നു. അതുപോലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടന കൂടിയാണ് RSS. ഫാസിസ്റ്റ് സംഘടന മാത്രമല്ല, തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ഒക്കെയാണ്. അങ്ങനെയാണ്. കാരണം മറ്റുള്ള ജാതി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ മോശം. ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ പാർട്ടിയും ഒരു ന്യൂനപക്ഷ സംഘടനകളും മറ്റു സമുദായം ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് അവർ പറയുന്നില്ല. പിന്നെ അവരെക്കുറിച്ച് പറയുന്നുണ്ട് എന്നല്ലാതെ. അങ്ങനെയുള്ള RSS ഇന്ത്യ ഭരിക്കുമ്പോൾ ഞാൻ കഴിവരുടെ മക്കൾ തന്നെ പറയും, ഈ ആൾക്കാർ അത്ര മോശമായിട്ട് പറയുന്നത് അറിയോ? ബുദ്ധി മോശം കാണിക്കുന്നതാണ്. ഇത് ശിവസേനയെ നിങ്ങൾക്ക് കോൺഗ്രസിൽ ചേർത്ത് മുന്നണി ഉണ്ടാക്കി ഭരിക്കാൻ പറ്റി. അന്ന് ഒരു മക്കളും അതുപോലെ വേണ്ടെന്ന് പറഞ്ഞില്ല. അടിയന്തരാവസ്ഥ ശേഷം RSS ആയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് പിന്നെ എല്ലാം ഉണ്ടാക്കി ഭരിച്ചപ്പോഴും RSS മോശമെന്ന് ഒരു തെണ്ടികളും പറഞ്ഞില്ല. പക്ഷെ ഒവൈസി, ഞാൻ ഒവൈസി ആളല്ല, ഒവൈസി ഒരു പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാൻ വന്നപ്പോൾ രാഹുലും പിന്നെ എന്താണെന്നറിയോ, രാഹുൽ ഗാന്ധിയും ഈ മറ്റേ പേര് വിട്ടുമാണ് തേജസ്വി യാദവും പറഞ്ഞറിയോ, നിങ്ങൾക്ക് എന്ത് അവകാശം ബീഹാറിൽ ഒന്ന് മത്സരിക്കാൻ? നിങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടില്ല ഉറപ്പാണല്ലോ, എന്താ വന്നതെന്ന്. അത് ഞാൻ ഉത്തരം പറഞ്ഞ്, ബഹുജൻ സമാജ് പാർട്ടി ദളിത് 99% ദളിത് മാത്രമുള്ള പാർട്ടി കേരളത്തിൽ എത്രയോ വർഷമായി മത്സരിക്കുന്നത്, അതൊന്നും കുറ്റം പറഞ്ഞില്ല. അന്ന് രാഹുൽ ഗാന്ധി പറയാണ് വളരെ വ്യക്തമായിട്ട്, എടോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട 20% അവർക്ക് എന്തെങ്കിലും പ്രതികരിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? പറ്റുള്ളൂ മരമണ്ടന്മാരെ. ലാലുവിനെ ഉൾപ്പെടെയും തേജസ്വിയുടെ ഉൾപ്പെടെയും എൻ്റെ രാഹുൽ ചോദിക്കുകയാണ്. ഈ രാഹുലിൻ്റെ കത്തോലിക്ക കോൺഗ്രസും പിന്നെ ഈ തേജസ്വി നയിക്കുന്ന ഈ അച്ഛൻ കോൺഗ്രസും അച്ഛൻ പാർട്ടിയും അച്ഛനും മകനും, എടോ എന്തൊക്കെ പറഞ്ഞാലും നിതീഷ് കുമാർ അദ്ദേഹം അഴിമതിയിൽ ഇതിന് വന്നിട്ടില്ല. 900 കോടിയായിട്ട് ഒരു അഴിമതിയിൽ ലാലൂര് കിടപ്പുണ്ട്. തെറ്റായിട്ട് ശരിയാകട്ടെ. ജംഗിൾ രാജ് ഗുണ്ടാരാജ് ലാലുണ്ടയിലുണ്ട്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ BJP പുകഴ്ത്തി പറയല്ല, നിതീഷ് കുമാറിനെ പുകഴ്ത്തി പറയല്ല. 2-3 അടിസ്ഥാനമായ ഗുണങ്ങളുണ്ടായി. ഒന്ന്, അദ്ദേഹം അഴിമതിക്കാരനല്ല, അദ്ദേഹം പാരമ്പര്യമായിട്ട് മക്കളല്ല, കുടുംബ പാരമ്പര്യമില്ല. അതൊക്കെ മനസ്സിലാക്കട്ടെ. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഈ നിതീഷ് കുമാർ കോൺഗ്രസ് മുന്നിൽ വന്നതില്ലടോ. ഞാൻ ഡാഷ് മക്കളേത് പറയേണ്ടി വരും, വന്നതില്ലേ? ഏത് അന്ന് അതാണ് സവർണ തമ്പുരാട്ടിയിട്ടാവില്ല മറ്റേത് പശ്ചിമ ബംഗാളിലെ മമത പറഞ്ഞല്ലോ രാഹുലാകട്ടെ പ്രധാനമന്ത്രി, ഇയാളാക്കട്ടെ, അത് തകർത്തളയാൻ വേണ്ടിയാണ്. തകർത്തയാൾ വീട് തിരിച്ചു പോയില്ലേ? ഇവിടെ ബുദ്ധിയുടെ അംശം, രാഹുൽ ഗാന്ധി ബുദ്ധിയുടെ അംശം ഉണ്ടായതെങ്കിൽ നിങ്ങൾ അന്ന് നിതീഷ് കുമാർ വന്നപ്പോഴല്ലോ സ്വർണ്ണ താലം വെച്ച് സ്വീകരിക്കേണ്ടി വരും. ഇങ്ങോട്ട് കൂടെ നിൽക്കില്ലേ? ഞാൻ പണ്ട് പറഞ്ഞല്ലോ, കോൺഗ്രസ് അന്ന് പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ടും മൻമോഹൻ സിംഗിനെ പ്രസിഡൻ്റാക്കി മുന്നോട്ട് പോയെങ്കിൽ കോൺഗ്രസ് ഇന്നുണ്ടാവും. അടിയന്തരാവസ്ഥ ശേഷം UP സിംഗ് ഗവൺമെൻറ് വന്നപ്പോൾ അതിന് താഴെ ഇറക്കാൻ കാലത്ത് കോൺഗ്രസ് കൂട്ടുന്നില്ലെങ്കിൽ ഇന്നും ഇതൊന്നും സംസാരിക്കേണ്ടി വരില്ല. അങ്ങനെ കോൺഗ്രസ് കാലാകാലങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അഖിലേഷും പിന്നെ മുലായം പോയില്ലോ, ലാലുവൊക്കെ മനസ്സിലാക്കണം, കോൺഗ്രസ് കൂട്ടുകൂടിയിട്ട് ഇതേവരെ നിങ്ങൾ പിന്നെ മതിയായിട്ട് വന്നിട്ടില്ല. ബീഹാറിൽ വന്നല്ല, UPയിൽ വന്നിട്ടുണ്ടോ? ഒട്ടിയനോട് ക്ഷമിക്കണം. UPയിൽ അഖിലേഷായിട്ട് കോൺഗ്രസ് ധക്യം ശേഷം UP ഭരിച്ചിട്ടുണ്ടോ? ബീഹാർ ഭരിച്ചിട്ടുണ്ടോ? കണക്കടത് സത്യമല്ലേ, ഇത് യാഥാർത്ഥ്യമല്ലേ? അപ്പം അപ്പം നമ്മൾ രാത്രിയാണെന്ന് വെച്ചാൽ അത് മുഴുവൻ ശരിയല്ല. കാരണം അറിയോ, ചില സ്ഥലത്ത് പകലുണ്ട് ലോകത്ത്. പക്ഷെ 4-3-7 പറഞ്ഞാൽ അത് ചന്ദ്രനിൽ പോലും കണക്കാണ്. അപ്പോൾ ഞങ്ങൾ അത് കണക്കാണ്, ശാസ്ത്രമാണ്, മനഃശാസ്ത്രമാണ്, അത് ഫിലോസഫിയാണത്. അത് ശരി കോൺഗ്രസ് സഖ്യത്താക്കിയിട്ട് ഭരിക്കാൻ പറ്റുമോ? ഇവിടെ നിങ്ങൾക്ക് കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസ് രാഹുലിനൊക്കെ ഭഗത്പൂർ സ്ഥലമുണ്ട് ബീഹാറിൽ, ഭഗത്പൂർ 10,000 മുസ്ലിങ്ങളെ കൊന്ന് കണ്ണ് കുത്തിപ്പൊടിച്ച് റോസാച്ചി നരിച്ചു എന്നാണ് അന്ന് പറയുന്നത്. ഒരു റോസാച്ചി നരിക്ക് ചുരുങ്ങിയത് 1000 പേര് കണ്ണ് കടിച്ചാൽ 1000 തുള്ളി രക്തം കിട്ടുള്ളൂ. ഒരു കണ്ണ് പിടിച്ചാൽ ഒരു ഉള്ളി കിട്ടുള്ളൂ, 2 കണ്ണ് പിടിച്ചാൽ 2 ഉള്ളി. അപ്പോൾ 2 ഉള്ളി വെച്ച് ഒരു റോസാച്ചി ചുരുങ്ങിയത് 1000 പേരെ കിട്ടിയാൽ അങ്ങനെ റോസാച്ചി നനിച്ചു അന്നത്തെ ചരിത്രം ഫയൽ കിടപ്പുണ്ട്. അന്ന് ഈ കോൺഗ്രസ്സാണ് ഭരിച്ചത്. തന്നെയുമല്ല 1970 കാലഘട്ടത്തിൽ 70 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞ് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുർപ്പാൻ ഗേറ്റൊക്കെ ഉണ്ടാക്കി അടിത്താഴ്ച മുമ്പ് തകർത്തല്ലേ, കണ്ണീരടിച്ചില്ലേ?
തന്നെയല്ല, ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് 1 ലക്ഷത്തോളം വർഗീയതയുള്ളത്. ഏത് കേരളത്തിൽ ജനസംഖ്യ 4 കോടിയോളം മനുഷ്യരെ കശാപ്പ് ചെയ്ത്, അതിൽ 90% മുസ്ലിം, 10% ദളിതുമാണ്. അന്നും കോൺഗ്രസ് ഭരിക്കുന്നത്. അന്നും ഈ സംഘപരിവാറിലെ കുറേ ആൾക്കാരൊന്ന് കോൺഗ്രസ്സായത്, അവരാണ് ചെയ്തത്, അതിന് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത്. ഒറ്റ കാര്യം പറയട്ടെ, ബാബരി മസ്ജിദിലേക്ക് കൊണ്ടുവന്ന് വിഗ്രഹം വെച്ചിട്ട് പിന്നെ നെഹ്റു പറഞ്ഞല്ലോ അതുകൊണ്ട് ഈ സരയൂ നദിയിൽ എറിയാൻ പറഞ്ഞതല്ലാതെ അതിനെക്കുറിച്ച് പിന്നെ നെഹ്റുവാക്ക് മിണ്ടിയോ? ഇപ്പം നെഹ്റുവിനെ കുറ്റം പറഞ്ഞ് ചിലർക്ക് പൊള്ളുന്നുണ്ട്. ഇന്ദിരാഗാന്ധി കുറ്റം പറഞ്ഞ് ചിലർക്ക് പൊള്ളുന്നുണ്ട്. സരയൂ നദിയിലേക്ക് എഴുതാൻ പറഞ്ഞിട്ട് പിന്നെ അതിന് ഒരക്ഷരം നടപടി എടുത്തല്ലോ നെഹ്റു. അത് അന്ന് ചെയ്യേണ്ടില്ലായിരുന്നോ? അപ്പോൾ എല്ലാവരുടെ ഞാൻ നെഹ്റുവിൻ്റെ വാദിക്കുന്ന ആളാണ്. എല്ലാവരും അഭിപ്രായവും ആഗ്രഹവും ഒക്കെ ഇത്രേ ഉള്ളൂ, ആത്മാർത്ഥ്യമൊന്നുമില്ല. വീണ്ടും പറഞ്ഞു വരുന്നത്, 20% മുസ്ലിങ്ങളിൽ 99% വോട്ട് കോൺഗ്രസിന് കൊടുത്തിട്ട് ഈ കത്തോലിക്ക രാഹുൽ കോൺഗ്രസും കത്തോലിക്ക കോൺഗ്രസ് പ്രിയങ്കയും അതിനെക്കുറിച്ച് രക്ഷപ്പെടുന്നില്ല, അവരെ കുറിച്ച് മിണ്ടുന്നില്ല. വയനാട് ഞാൻ ഒരു കാര്യം പറഞ്ഞ്, 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള, ആഗ്രഹിക്കുന്ന, അഭിമാനിക്കുന്ന, ആഹ്ലാദിക്കുന്ന, അല്ലെങ്കിൽ അഹങ്കാരം കൊള്ളുന്ന, ഊറ്റം കൊള്ളുന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് മത്സരിക്കേണ്ട ഗതികേട് വന്നെങ്കിൽ അതോടുകൂടി കോൺഗ്രസിന്റെ കത്തിയിൽ തീർന്നു. അത് വീണ്ടും പ്രിയങ്ക അവിടെ വന്നു. ഏത് മാനദണ്ഡം വച്ചോളൂ നിങ്ങൾ പ്രിയങ്ക രാഹുലും വയനാടും വന്ന് മത്സരിച്ചത്? ഏത് മാനദണ്ഡമാണ്? ചിലരുണ്ട് ഹിന്ദു ഭൂരിപക്ഷ സ്ഥലത്ത്, ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ആൾ, അതിനു മുമ്പ് പ്രസിഡന്റ് ആകുന്ന മുമ്പ് അദ്ദേഹത്തെ മുസ്ലിം ഭൂരിപക്ഷ മേഖല നിർത്തിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇല്ല ഞാനൊരു കോൺഗ്രസ്സുകാരാണ്, ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലം നിർത്തി ഞാൻ ജയിച്ചാൽ മാത്രം എനിക്ക് മതി, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലം നിർത്തി സക്കീർ ഹുസൈൻ ജയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ആർക്കും സാധിക്കില്ല, വരാൻ കഴിയില്ല. പിന്നെ ആന്റണിയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയെങ്കിലും മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല. പക്ഷെ എന്ത് മാനദണ്ഡത്തിലാണ് ഒരു കേരളത്തിലെ കോൺഗ്രസ് ജയിക്കുകയാണ്? എന്ത് മാനദണ്ഡമായിരുന്നോ വയനാട്ടിൽ വന്ന് രാഹുൽ മത്സരിച്ച്? ക്രിസ്ത്യാനിയാണോ? മുസ്ലിമാണോ? ഹിന്ദു ആണോ? ഹിന്ദു ആണെങ്കിൽ വയനാട് ഹിന്ദു ഭൂരിപക്ഷമാണോ? അപ്പോൾ ചോദിക്കും ഹിന്ദു ഭൂരിപക്ഷത്തോട് മത്സരിക്കുന്നില്ല. അത് ലീഗിൻ്റെ ഈ മുസ്ലിം മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന ഒരു ജാതി പാർട്ടിയുടെ കാലിൻ്റെ അടിയിൽ, ഇടയെന്ന് പറഞ്ഞാൽ തെറ്റാണ്, കാലിൻ്റെ അടിയിൽ വന്ന് മത്സരിച്ചപ്പോഴും ഓർക്കേണ്ടത് നിങ്ങളുടെ നിലപാടെന്താന്ന് വീണ്ടും അതിന് ആവർത്തിച്ചു പ്രിയങ്ക. ഇനിയിപ്പോൾ പ്രിയങ്കയുടെ വധേര വരും, നാളെ കഴിഞ്ഞ് പിന്നെ പ്രിയങ്കയുടെ മകൻ വരും. അതുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ നിലനിൽക്കും. നിങ്ങൾക്ക് നിലനിൽക്കാം, നിങ്ങൾക്ക് ഇവിടെ കാശും കിട്ടും, എത്ര കോടിയും കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എതിർത്തുന്നാൽ ആർക്കാണ് ഫലം കിട്ടുന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. അത് കോടികൾ വാങ്ങിയാണ് 2 വോട്ടും ചെയ്താണ് പുറത്ത് പറയുന്നത്. ലാലുവിൻ്റെ ആത്മാർത്ഥ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, തന്നെയല്ല ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഇതാണ്, അതായത് സ്വന്തം രാഷ്ട്രീയ നിരീക്ഷകൻ. അതുകൊണ്ട് വെച്ചാണ് അതൊക്കെ അവിടെയൊക്കെ ലാലുവിൻ്റെ ആത്മാർത്ഥ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. ഇത് സത്യമാകാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ ചില മെസ്സേജുകൾ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ലാലു പോലും BJP-യുടെ അണ്ടധാര ഉണ്ടാക്കിയതാണ്, കോടികൾ വാങ്ങിച്ചിരുന്നത് പറഞ്ഞാൽ ലാലു പോലും. ഇത്തവണത്തെ ഞാനൊന്നും പറയുന്നത് ഇതിൽ റിപ്പോർട്ട് കിട്ടിയില്ല, റിപ്പോർട്ട് കിട്ടിയാൽ മതിയല്ലോ. അതൊക്കെ ഇവർക്കൊന്നും ഒരു ആത്മാർത്ഥയില്ല. ആ മുസ്ലിം സമുദായത്തെ RSSനെ കാണിച്ച് ഭയപ്പെടുത്തി പേടിപ്പിച്ച് അവർക്ക് ബ്ലോക്ക് വോട്ട് ചെയ്യണം. രാഹുലിൻ്റെ മനസ്സിലിരിപ്പെന്നറിയോ? മുസ്ലിങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങളെ സംരക്ഷിച്ചോ. അടിയന്തരാവസ്ഥയിൽ ഒരു മഹാൻ പറഞ്ഞ് ഭയമുള്ളത് എനിക്ക് ചുറ്റും വന്നു നിന്നു. അപ്പോൾ എൻ്റെ നല്ല ക്ലിയർ ആയില്ലേ? അപ്പോൾ രാഹുലും തേജസ്വിയൊക്കെ പറഞ്ഞത് മുസ്ലിങ്ങളൊക്കെ വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങളുടെ പുറകിൽ നിന്നുള്ളൂ, നിങ്ങൾക്ക് സംരക്ഷിക്കാമെന്ന്. അതാണ് ഹൈദരാബാദിൽ നിന്ന് ഒരു വന്നപ്പോഴ് അത് ഇഷ്ടമായില്ല. ആസാമിലൊരു പാർട്ടി ഉണ്ടാക്കി മുസ്ലിം ഒരാൾ, അത് കൂട്ടുകൂടില്ല. എന്നിട്ടാണ് കോൺഗ്രസ് രാജ്യം ഭരിക്കാൻ പോകുന്നത്. പറയുന്നില്ല, ഇതിൽ യോജിക്കേണ്ടി. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ആ ജയപ്രകാശ് നാരായൺജി അന്ന് ഒരു പറഞ്ഞ 2 കാര്യം, കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിലുണ്ടാവും, ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല. അങ്ങനെ പറഞ്ഞ് തുടങ്ങി ആ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു
സ്റ്റാറ്റസ്കോ അല്ലെങ്കിൽ ആ ഒരു ലൈൻ ഉള്ളപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി കാണും, പിന്നെ നിതീഷിനാകണം, എല്ലാവർക്കും പ്രധാനമന്ത്രി കാണും. ഒരാളെങ്കിലും ഇത്രയും സങ്കീർണമായ ഇന്ന് ബി ജെ പിയുടെ സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ബലം, സംഘപരിവാറിൻ്റെ ബലം ഇതുപോലെ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അത്രയും സങ്കീർണമായ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രസ്ഥാനത്തെ എതിരിടുമ്പോൾ നമുക്കത് കപ്പാസിറ്റി ഉണ്ടോ എന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചോ? അപ്പോഴും നിങ്ങൾ ചായിട്ട് വെച്ച് നിങ്ങൾ ചില താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, കോൺഗ്രസ് ബി ജെ പി വെച്ച് ബാക്കി എല്ലാവരും കൂടി ഒരേ മോനെയായിട്ട് നിന്നാൽ പോലും ഇന്നത്തെ കണ്ടീഷനിൽ ബി ജെ പിയെ സംഘപരിവാരം അവർക്ക് സാധിക്കില്ല. ഏത് നിലക്കാണെങ്കിലും. എന്നിട്ടാണോ ചിലർ തൊടാൻ കൊള്ളില്ല, അവരെ കൊള്ളില്ല, ഇവിടെ കൊള്ളില്ല. ഇപ്പം വീണെടുത്ത് തലയുണ്ടോ? വോട്ടിലെല്ലാം മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാത്തിനും മിസ്റ്റേക്ക്, അതിൽ ഒരു സംശയമില്ല, ഞങ്ങളത് ഒക്കെ അംഗീകരിക്കണം. എങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എന്താ ചെയ്യാവുന്നത്? എല്ലാവരും ഓരോ കൊടക്കീൽ അല്ലെങ്കിൽ ഒരു കൊടിക്കീൽ മുസ്ലിങ്ങൾക്ക് മാന്യമായ അംഗീകാരം കൊടുത്തോ? ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിങ്ങൾ വിചാരിച്ചാലും അയാളുടെ മുസ്ലിം എന്ന് പറയാം, മുസ്ലിങ്ങൾ വിചാരിച്ചാലും ഇന്ത്യയിൽ പലതും ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ജയിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ വേറെ പാർട്ടി തോൽപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ പാർട്ടിയെ ജയിപ്പിക്കാനോ അവർ സാധിക്കും. ഉദാഹരണം തൃപ്പൂർ നമ്മൾ തൃക്കാക്കണ്ടില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തായാലും കുഴപ്പം ശക്തമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കാരണം കക്ഷിയല്ലേ, അവിടെ തോറ്റ് ഒപ്പിയിട്ടില്ലേ. അതുപോലെ ഇപ്പോൾ ബീഹാറിൽ എങ്ങനെയാണ് നിതീഷ് ഇത്രമാത്രം വോട്ട് കിട്ടി, ഇത്രമാത്രം സീറ്റ് കിട്ടി, ഏത് ഇരട്ടിയിൽ കൂടുതൽ സീറ്റേ മുസ്ലിങ്ങൾ എൻ ബ്ലോക്ക് വോട്ട് ചെയ്ത്, നിതീഷ പാർട്ടി കണ്ണും മുക്ക എൻ ബ്ലോക്ക് വോട്ട് ചെയ്ത്. ആ വോട്ടൊന്നും ലാലുവിനും കിട്ടിയില്ല, കോൺഗ്രസും കിട്ടിയില്ല. അവർ ഇതുപോലെ തെമ്പാടത്തിന് പറഞ്ഞു, എന്തിനാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു കാക്ക ഇവിടെ മത്സരിക്കാൻ വന്നതാണ് ഈ രണ്ട് മക്കളും ചോദിച്ചത്. ഇത് കേൾക്കുമ്പോൾ 10,000 കിലോമീറ്റർ അകലെ ഇരിക്കുന്നത് എനിക്ക് പോലും ഒരു വിഷമം തോന്നുന്നുണ്ട്. അപ്പം പിന്നെ അവിടുത്തെ ആർക്ക് തോന്നുമോ? അതേ സ്ഥാനത്ത് അയാൾ വന്നപ്പോൾ അയാൾ 5 സീറ്റ് ജയിച്ച് 6 സീറ്റേ ചോദിച്ചുള്ളൂ. ആ 6 സീറ്റാണ് കൊടുത്ത് അങ്ങോട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ട, നിങ്ങൾ മുന്നണിയും ചേർക്കണ്ട, അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കി ശല്യം തീർന്നല്ലോ. അപ്പോൾ മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും ഇലക്കാണ് കേടെന്നുള്ള തത്വം അറിയാലോ ലാലുജി, അറിയാലോ രാഹുലെ. അപ്പം അങ്ങനെ എന്താണ് OIC വന്ന് മത്സരിച്ചാൽ ക്ഷീണം കോൺഗ്രസ് പ്രതിപക്ഷ മുന്നണിക്കാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യണം, മുന്നണി ചേർക്കാൻ പറ്റില്ല, ഓക്കെ അവർ തള്ളിക്കളഞ്ഞാണ്. എന്നാൽ അവർക്കൊരു 6 സീറ്റാണ് കൊടുത്ത് മാറ്റി നിർത്തി ഞങ്ങൾ ശല്യം ചെയ്ത്, നിങ്ങളായി നിൻ്റെ പാടായി. അപ്പോൾ എന്താ കുഴപ്പമോ? അത് മോശമൊന്നുമല്ല. അങ്ങനെ അയാൾ വന്ന് 6 സീറ്റ് ജയിച്ച് ഇത് മന്ത്രിസഭ ഒരാടി ഇതുപോലെ ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് വളർത്തിയ പിന്നെ മുസ്ലിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളുടെ ആവശ്യവർക്കില്ല. കണ്ടുകൊണ്ടാണ്, നിസ്സാരമൊന്നുമല്ല. ലാലുവിൻ്റെ മോൻ അത് ലാലു കണ്ടുകൊണ്ടാ. രാഹുൽ ഗാന്ധി അത്തൊന്നും ചിന്തിച്ചില്ല. അയാൾ മുസ്ലിങ്ങളുടെ പേരും പേടി, അയാൾക്ക് കത്തോലിക്കലാവുമ്പോൾ മുസ്ലിങ്ങൾ പേര് വിളിക്കുക, അന്തോണി അമ്പല അന്തോങ്ങൾ എപ്പോഴെങ്കിലും ആർസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, മുസ്ലിം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മിണ്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് കപ്പാസിറ്റി ഇല്ല, നല്ല വിൽപ്പണം. ശങ്കദയാൽ സഭയെ പോലെ ശാസ്ത്രിയെ പോലെ സവർണനായ ബ്രാഹ്മണനായ എന്നാൽ മുസ്ലിം സ്നേഹമുള്ള ആൾക്കാരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഒരു മുസ്ലിം നേതാവ് കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വരുന്നത് തെറ്റൊന്നുമില്ല, അങ്ങനെയാണ്. ഇതല്ല രാഹുൽ കത്തോലിക്കനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല. അവർ പറയുമ്പോൾ അയ്യോ ഞങ്ങൾ സംശയിച്ചോ എന്ന് ചോദിച്ചിട്ട് പറയില്ല. അത് ഉമ്മൻചാണ്ടിക്ക് അതിൻ്റെ കേട്ടോ, ഉമ്മൻചാണ്ടി അതിൻ്റെ ഏത് ക്രിസ്ത്യാനിയും അതെല്ലാം പറഞ്ഞല്ലോ. കേരളത്തിൽ ക്രിസ്ത്യാനികൾ ആരും തന്നെ RSSനെ പരസ്യമായിട്ട് വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. 1-2 പാതിരിമാർ ചില വ്യംഗ്യന്തരേണ് പറഞ്ഞല്ലാതെ അതല്ല, അത് അവരുടെ നേച്ചറാണ്, അവർ കുറ്റപ്പെട്ടല്ല. അതാണ്. മറിച്ച് മുസ്ലിം സ്നേഹമുള്ള ന്യൂനപക്ഷ സ്നേഹമുള്ള സവർണം തന്നെ വേണം നമ്മുടെ മുസ്ലിങ്ങളെ നയിക്കുക, അതിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾ തയ്യാറായ ശ്രമയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രീയ പോലെയൊക്കെ ഞങ്ങളിതെല്ലാം അതുകൊണ്ട് ചെയ്യുന്ന ആളെ വെറും അർത്ഥമായ സ്നേഹവും ഉറപ്പില്ല. അതുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങളൊന്ന് നോക്കട്ടെ, ഞങ്ങൾ ഗ്രൂപ്പ് നോക്കട്ടെ. അപ്പോൾ അറിയാലോ ഇവരൊക്കെ മല്ലനും മാധവനും കഥ പറഞ്ഞ പോലെ. ഇത്രയും ആനുവൽ ചെയ്തിട്ടും രാഹുൽ ഗാന്ധി ഇപ്പോൾ കേരളത്തിൽ ഇന്ദിരാഗാന്ധി കാലത്തൊരു കേരളത്തിൽ 2-3 മന്ത്രിമാരുണ്ടായിരുന്നു. സെയ്ദ് സാഹിബ്, പിന്നെ ദ്വീപിലെ പുള്ളി, പിന്നെ റഹീം, 3-4 മന്ത്രിമാരുടെ ഇന്ദിരാഗാന്ധി കാലത്ത്. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അഹമ്മദ് മന്ത്രിയായത്. അങ്ങനെയാണ് മന്ത്രിയായത്. അതുവരെ സമ്മതിച്ചു. പക്ഷേ രാജീവ് ഗാന്ധിയുടെ കഴിഞ്ഞതിന് ശേഷം
പിന്നെ ഈ രാഹുലും പ്രിയങ്കയൊക്കെ വന്ന ശേഷം അന്തോണി വന്ന ശേഷമുണ്ടല്ലോ പിന്നെ ഇല്ല, തൊടിക്കുന്നില്ല. ഇപ്പം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ലിസ്റ്റ് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള രീതിയിൽ ഈ സമുദായത്തിന് മെമ്പർഷിപ്പ് കൊടുത്തില്ലെങ്കിൽ, അത് അവസരം കൊടുത്തില്ലെങ്കിൽ ഈ സമുദായത്തിൽ മാത്രം എല്ലാവർക്കും, അതാണ് ജനസംഖ്യക്ക് ആനുപാതികം. അല്ല മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എല്ലാവർക്കും അവസരം കൊടുക്കുമെന്ന് പറയാം. അത് കൂടെ മുസ്ലിങ്ങൾക്ക് വേണം. അങ്ങനെ കൊടുത്താൽ ഞങ്ങൾ ലിസ്റ്റ് കിട്ടിയാൽ മറ്റൊരു ബീഹാറായിട്ട് കേരളം കാണും, വേഷം കെടുത്ത് നിൽക്കണ്ട. സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സാഹോദര്യത്തെ ഭാഷയിൽ, പിന്നെ മിതമായ ഭാഷയിൽ, ദേശസ്നേഹം കണ്ടുകൊണ്ട് എല്ലാവരും ഏകോദ സഹോദരന്മാരാണെന്ന് കണ്ടുകൊണ്ട് ഒരാളെ കുറിച്ച് മറ്റൊരാളെ കുറിച്ച് മോശമായി ചിന്തിക്കുകയും പാവാണെന്ന് പറഞ്ഞ മനഃശാസ്ത്രം വെച്ച് അയൽവെക്കാൻ പട്ടിണി എടുക്കുമ്പോൾ വയറു നിറയെ ആഹാരം കഴിക്കാൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടതല്ല ആ പോളിസി വെച്ച് ഗാന്ധിയൻ തത്വം വെച്ച് അഹിംസ സിദ്ധാന്തം മുന്നിൽ പിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മാതൃരാജ്യമായി കണക്കാക്കിക്കൊണ്ട് തന്നെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും. അത് സ്നേഹപൂർവ്വം, മര്യാദക്കല്ലെങ്കിൽ. ഇപ്പോൾ സ്ഥാനാർത്ഥികളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സംവിധാനം മിഷൻ ഉണ്ടോ, ഞങ്ങൾക്കുണ്ടോ ചില റിസർച്ച് ചെയ്യുന്നത്. ചെറുതാണെങ്കിലും ബുദ്ധിരാക്ഷന്മാരൊക്കെ എന്തിനാണത്? നിങ്ങൾ ഉപ്പൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രത്യേകം ഒരു താല്പര്യമില്ല, അത് ഞങ്ങൾ മത്സരിക്കുന്നില്ല. ഇനി മത്സരിച്ച് അത് കമ്മീഷൻ വാങ്ങിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല. ജനങ്ങളെ സേവിക്കണമെങ്കിൽ അധികാരം വേണമെന്നില്ല. പക്ഷേ അവരൊരു ജനറൽ നോളജ് സാമൂഹ്യ, അതായത് പിന്നെ സർവകലാശാല വിദ്യാഭ്യാസമല്ല, സാർവദേശീയ വിദ്യാഭ്യാസം, ലോക വിദ്യാഭ്യാസം അത് വേണം. അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ജോലിക്കാരൻ പാടും, സാർ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അല്ലടോ അത് ഇങ്ങനെയാണ് പറയും. നമുക്ക് അറിവ് വേണം, നോളജ്, ജനറൽ നോളജ് മതി. ഇപ്പോൾ ഒരു വക്കീൽ നിയമം എടുക്കണമെന്നില്ല, എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ കിട്ടും. ലോകത്തിലെ എല്ലാ അറിവും ഡോക്ടർ ആവണമെങ്കിലും പ്രാക്ടിക്കലാണെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ പ്രാക്ടിക്കൽ വേണം, അല്ലെങ്കിൽ ചികിത്സാ രീതികളും പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരോട് പറയാണ്, UDF ജയിച്ച് വേണം, തന്മൂലം തദ്വാര LDF നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിപ്പോഴും മാറിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇതുപോലെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? അങ്ങനെ N ബ്ലോക്ക് മുസ്ലിങ്ങൾ നിതീഷ് കുമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് വോട്ട് കോൺഗ്രസിനോ അല്ലെങ്കിൽ ലാലുവിനോ കിട്ടിയില്ല. ലാലുവും പിന്നെ രാഹുൽ ഗാന്ധിയും ഈ സമുദായത്തെ, അവിടുത്തെ സമുദായത്തെ പറ്റിച്ചൊന്നൊരു തോന്നൽ അവർക്കുണ്ടായി. ചിലപ്പോൾ ശരിയല്ലായിരിക്കാം, പക്ഷെ അത് തോന്നില്ല. ആ തോന്നൽ ഫലമാണ് ചെയ്തത്. അത് ബീഹാർ അത്ര മോശമൊന്നുമില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്തിയ കേട്ടോ, അത് പറഞ്ഞില്ല അപകടമാണ്. ഈ ജയശങ്കർ വക്കീൽ, അടുത്ത ജയശങ്കർ CPI ആളാന്ന് പറഞ്ഞാൽ സംഘപരിവാറാണ്, സംഘപരിവാദികളെ എന്നും കരയുന്നുണ്ട്. ഒരാളുകൾ വിളിച്ച് പറയണം, എന്താ ജയശങ്കർ നിങ്ങൾ കരയുന്നത്? എന്താണ് കരയുന്നത്? ആ സന്യാസി ഒന്ന് പറഞ്ഞ് ഈഴവർക്ക് പ്രാതിനിധ്യം കോൺഗ്രസ് ഇല്ല, ഈ സന്യാസി ഒന്ന് പറഞ്ഞ് ഈഴവർക്ക് പ്രാതിനിധ്യമില്ല, ഈ വെള്ളാപ്പള്ളി പറഞ്ഞ് ഈഴവർക്ക് പ്രാതിനിധ്യമില്ല, അങ്ങനെ ഈഴവരെ തകർത്തുകൊണ്ടിരിക്കാന്ന്. ഈഴവ് വെള്ളാപ്പള്ളിയോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വിവരമുണ്ടല്ലോ. ഏത് ജയശങ്കർ വക്കീലേ? ഒരു വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തിൽ 80% വോട്ട് കൊടുക്കുന്നത് LDFനാണെന്നേ. പിന്നെ അവിടെ കൊണ്ട് സ്ഥാനാർത്ഥി വെച്ചാണല്ലേ 100 സീറ്റിൽ കോൺഗ്രസ് കൊടുത്തോലാണ് 20 സീറ്റ് ജയിച്ച്, 4 പോലും ജയിച്ചില്ല. ഇത് ഇത്ര 10 ജയിച്ച്. അങ്ങനെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ആദ്യമായിട്ട് കോൺഗ്രസിൽ നിൽക്കുന്ന ഈഴവ നേതാക്കൾ അവർ 40% വോട്ടെങ്കിലും കോൺഗ്രസിലേക്ക് UDFിലേക്ക് വരട്ടെ. ഇത് 90, ഇപ്പോൾ 90% ഇത്തവണ പോകും. മറ്റേ 80% കഴിഞ്ഞ പ്രാവശ്യം വരെ, ഇത് 90%. അപ്പോൾ 90% വോട്ടും LDFിന് കൊടുത്തിട്ട് പിന്നെ സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് 4-1 കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് നിയമടോ ഒരു ജയശങ്കർ വക്കീല്? നിങ്ങൾക്ക് സംഘപരിവാരം വളർത്താനും BJP വളർത്താൻ നല്ല ആഗ്രഹം ഉണ്ടാകും, ഒരു തെറ്റുമില്ല, നിങ്ങൾ ചെയ്തു. പക്ഷേ ഇതുപോലെ ഈ ഒളിച്ചുകളി പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ഒരു കോൺഗ്രസ് ചോദിക്കില്ല, എവിടെ ജയശങ്കർ ചോദിക്കില്ല, എന്താ ജയശങ്കർ നിങ്ങളെങ്ങനെ പറയുന്നത്? കോൺഗ്രസ് എന്താണ് ഉപയോഗിച്ച് വോട്ട് മുഴുവൻ LDFിന് കൊടുത്തിട്ട് ഞങ്ങൾ എത്ര സീറ്റ് കൊടുക്കണം എന്ന് ചോദിക്കാൻ ഒരു കോൺഗ്രസ് ധൈര്യം കാണിക്കില്ല. എന്താണ് ജയശങ്കറിനെ പറഞ്ഞ് പണങ്ങൾ നല്ല പുള്ളിയായിട്ടിരിക്കാമല്ലോ. അല്പം ആ സംഘപരിവാറിൻ്റെ അനുകൂലം കിട്ടണമെങ്കിൽ ജയശങ്കറിനെ കയ്യിലെടുക്കണം എന്ന് വെച്ചിട്ട് കോൺഗ്രസ് ഉണ്ട്. ആ കോൺഗ്രസ്സുകാരല്ല നമ്മൾ പറയുന്നത്. യഥാർത്ഥ കോൺഗ്രസ്സുകാർ ചോദിക്കും ജയശങ്കർ വക്കീലോട്, വോട്ടിൽ 80%, ഇപ്പം 90% LDFിന് കൊടുക്കുമ്പോൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഈഴവന് വോട്ട് കൊടുത്താൽ, സ്ഥാനമാനം കൊടുത്താൽ ആ സീറ്റ് പോവില്ലേ? അതുകൊണ്ടാണ് കുറക്കുന്നത്. അതുകൊണ്ട് കുറ്റമൊന്നുമില്ല കോൺഗ്രസ്. നമ്മൾ കോൺഗ്രസ് കുറ്റം പറഞ്ഞിട്ട് അത് ഇതൊന്നും കുറ്റമൊന്നുമില്ല.
ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്താൻ നിൽക്കൂരാ എന്നു ജയ് ഹിന്ദ്.